എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് 5 ദിവസം പിന്നിടുമ്പോൾ ഏറെ പ്രശ്നങ്ങളാണ് ഹൗസിനെ ചൂടുപിടിപ്പിക്കുന്നത്. രാവിലെ മക്കളെ മിസ് ചെയ്യുന്നതായി രേണു പറഞ്ഞത് പലർക്കും വിമർശിക്കാൻ വിഷയമായി. രേണുവിന് പറ്റിയ ഇടമല്ല ബിഗ് ബോസ് എന്ന് അവർ തിരിച്ചറിഞ്ഞെന്നാണ് വിമർശനം. ക്യാപ്റ്റൻ അനീഷുമായി ഉണ്ടായ ഉടക്കാണ് സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്തത്. രേണു ഹൗസിൽ ഉറങ്ങുന്നതായി ആരോപണമുന്നയിച്ച അനീഷിനെ പ്രകോപിതയായ രേണു കൈയോങ്ങുന്നിടത്ത് വരെ കാര്യങ്ങളെത്തി. തുടർന്ന് സംഭവിച്ച കാര്യങ്ങളാണ് വേദനിപ്പിച്ചത്. തനിക്ക് നേരെ എടി പൊടി എന്ന പരാമർശം നടത്തിയ അനീഷിനോട് തൻ്റെ പേര് രേണു സുധി എന്നാണെന്നും അത് വിളിച്ചാൽ മതിയെന്നും രോഷാകുലിയായി രേണു പറയുന്നത് ബിഗ് ബോസിൽ കേൾക്കാം. അതിനുള്ള മറുപടിയായി ആരാണ് രേണു, ആരാണ് സുധി എന്നാണ് അനീഷ് തിരിച്ചു ചോദിക്കുന്നത്. അനീഷിൽ നിന്നും ഉണ്ടായത് വളരെ മോശമായ സമീപനമാണെന്ന് മറ്റ് മത്സരാർത്ഥികൾ പറയുന്നുണ്ട്. സുധിയെ അനീഷിന് അറിയില്ലെന്ന് പറയുന്നത് അയാളുടെ അജ്ഞതയാണ്. ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റനായ ഒരാൾക്ക് സഹമത്സരാർത്ഥികളെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ആരാണ് സുധി എന്ന മറു ചോദ്യത്തിൽ അഹങ്കാരം സ്ഫുരിക്കുന്നുണ്ട്. മരണപ്പെട്ട ഒരാളെ ബിഗ് ബോസിൽ അപമാനിച്ചു എന്ന വികാരമാണ് സോഷ്യൽ മീഡിയയിൽ. രേണുവിൻ്റെ പല ചെയ്തികളോട് വിമർശനം ഉന്നയിച്ചവർ പോലും ആരാണ് സുധി എന്ന അനീഷിൻ്റെ ചോദ്യത്തോട് യോജിക്കുന്നില്ല. അത് ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു. ലാലേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ബിഗ് ബോസിൻ്റെ കാഴ്ചക്കാർ. ഈ ആഴ്ചയോടെ രേണു സുധി പുറത്തു പോകുമെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. അതിനവർ ലാലേട്ടൻ്റെ പ്രൊമോ കാർഡാണ് ഉയർത്തിക്കാട്ടുന്നത്. വോട്ട് ചെയ്തിട്ടുള്ള വീഡിയോ രേണു FB പേജിലൂടെ പങ്കുവച്ചിരുന്നു. ബിഗ് ബോസിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുന്നതെന്നാണ് വിമർശകർ ചോദിക്കുന്നത്. ഇത് ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ദയാ അച്ചുവിനെ പോലെയുള്ള മുൻ താരങ്ങളും പ്രതികരിച്ചിട്ടുണ്ട്. ലാലേട്ടനൊക്കെയാൽ രേണുവിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് ഇവരുടെ എല്ലാം പ്രചരണം. ബിഗ് ബോസിൻ്റെ ഹിന്ദി എപ്പിസോഡുകളിൽ മത്സരാർത്ഥികൾ വോട്ട് ചോദിച്ചിരുന്നതായി കേൾക്കുന്നുണ്ട്. മലയാളം സീസണിൽ തന്നെ ഋഷിയും ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നതായും ചില കമൻറ്റുകൾ വരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നടപടിയെടുക്കുമോ എന്ന് കണ്ടറിയണം.